400 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ ഗവൺമെന്റ് അല്ലേ? മഞ്ചേരി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും സർക്കാർ സ്കൂളുകളിലും ഈ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം എത്തിയില്ലേ? ആശുപത്രികളിൽ എത്തിയില്ലേ? സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ വലിയ രീതിയിൽ സജീവമായിക്കൊണ്ട് തന്നെ പര്യടനം തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മഞ്ചേരിയിൽ എത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നമ്മളോടൊപ്പം മഞ്ചേരി CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബു കൂടെയുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന സ്വീകരണത്തിന്റെ വിശദാംശങ്ങൾ? കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും അതോടൊപ്പം തന്നെ വലതുമുന്നണിയുടെ കോൺഗ്രസിന്റെ, ലീഗിന്റെ, BJPയുടെ കള്ള പ്രചരണ വേലകൾ പൊളിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ ക്യാമ്പയിനുമായിട്ടാണ് ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ 3 ജാഥകളാണ്. തെക്കൻ മേഖലാ ജാഥയിൽ CPIയുടെ നേതാവ് വൈക്കം വിഷൻ, മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി നേതാവ് ജോസ് കെ മാണി, വടക്കൻ മേഖല ജാഥ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. MV ഗോവിന്ദൻ മാസ്റ്റർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം നയിക്കുന്ന ജാഥ ഞാൻ പ്രയാണം ആരംഭിച്ചു. 11-ാം തീയതി രാവിലെ 10 മണിക്കാണ് മഞ്ചേരിയിലെത്തുന്നത്. ആ മഞ്ചേരിയിലെത്തുന്ന ജാഥക്ക് വലിയ സ്വീകരണം ഒരുക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 30, 31, 1 തീയതികളിലായി മഞ്ചേരി മണ്ഡലത്തിനകത്ത് വാഹനജാഥ ഞങ്ങൾ നടത്തുകയുണ്ടായി. എല്ലാ ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് ഇന്നലെ മിനിയാന്ന് അവസാനിച്ചു. ഈ ജാഥ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുകയും ഏറ്റെടുക്കാൻ പോകുന്ന വികസന കാര്യങ്ങളെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും അവരിൽ നിന്ന് അഭിപ്രായം തേടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജാഥയാണ്. അത് കേവലം ജാഥ വന്ന് ജാഥയിൽ പ്രസംഗിച്ചു പോവുക എന്നതിലുപരിയായിട്ട് അതത് പ്രദേശങ്ങളിൽ ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങാനും ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലേക്കുള്ള കള്ളപ്രചരണങ്ങളാണ് കോൺഗ്രസും ലീഗും BJPയും ഒക്കെ നടത്തിയത്. അവർ ചില മുസ്ലിം വീടുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചു SIR. ആ SIR എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള വലിയ കളവായിട്ടുള്ള പ്രചരണം അവർ നടത്തുകയുണ്ടായി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ഏറ്റവും ശക്തമായി ഇടപെട്ട പാർട്ടി CPM ആണ്, മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെയാണ്. സുപ്രീം കോടതിക്കകത്ത് കേസ് ഫയൽ ചെയ്തത് കേരളത്തിലെ ഗവൺമെന്റാണ്. ആദ്യം ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്, CPM ആണ്. അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഞങ്ങളാണ്. എന്നിട്ട് ഈ വീടുകളിൽ പോയിട്ട് കള്ളപ്രചരണം നടത്തുക, ഇവരാണിത് ചെയ്യുന്നത് എന്നത്. അതുപോലെ തന്നെ ചില ഹിന്ദു വീടുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവർ പോയി പ്രചരിപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അതിന് കൊണ്ടുപോയത് CPM ആണ്, ഇടതുമുന്നണിയാണ്. എന്താ യഥാർത്ഥത്തിൽ അവിടുത്തെ പോറ്റി സതീശനോടാണ് ആദ്യം പറയുന്നത് അവിടുത്തെ പീഠം കാണാനില്ല എന്നുള്ളത്. ആ പീഠം അത് ആദ്യമായിട്ട് നിയമസഭക്കകത്ത് ഉയർത്തുന്നത് VD സതീശനാണ്. VD സതീശൻ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അത് പരിശോധിക്കും. അത് പരിശോധിക്കുമെന്ന് പറഞ്ഞ് 3-ാം നാൾ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പീഠം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ്. തുടങ്ങി അവരുടെ കാലത്ത് 2004 അവരുടെ കാലത്ത് നിയമിച്ച ഈ രാജീവ് കണ്ഠൻ അടക്കമുള്ള ആളുകൾ ആണ് കുറ്റക്കാർ എന്ന് അന്വേഷണ സംഘം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തി എല്ലാവരെയും കോടതി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട്ട മുതല് ശബരിമലക്കകത്തുനിന്ന് കട്ട ആളും ആ കളവ് ചെയ്ത ആളും കളവ് മുതൽ വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയും ഒരുമിച്ച് നിൽക്കുന്നത് അടൂർ പ്രകാശ് UDFന്റെ സംസ്ഥാന കൺവീനറുടെ കൂടെ, കോൺഗ്രസിന്റെ MP-മാരുടെ കൂടെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കൂടെ, ഡൽഹിയിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് സോണിയാഗാന്ധിയുടെ കൂടെയാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം കൂടെ നടത്തി. ചില ശുദ്ധാത്മാക്കൾ ഇത്തരം പ്രചരണങ്ങൾ വീട് പോയിട്ടുണ്ട്. അത് തിരുത്തേണ്ടതുണ്ട്. ഞങ്ങൾ അത് വീട് കയറിയിട്ട് പറയാൻ പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും.
കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തെ പോലെ വികസന പ്രവർത്തനം നടന്ന മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടോ? 100 വർഷം കൊണ്ട് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളല്ലേ 10 വർഷം കൊണ്ട് നടന്നത്? അത് റോഡുകളാവട്ടെ, ഇന്റർനെറ്റ് വിതരണമാവട്ടെ, ആശുപത്രികളാവട്ടെ, സ്കൂളുകളാവട്ടെ, വൻകിട പ്രൊജക്ടുകളാവട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ ആവട്ടെ, ഹൈവേ വികസനമാവട്ടെ, വിഴിഞ്ഞം തുറമുഖമാവട്ടെ, ജലമെട്രോ ആവട്ടെ. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കടലിനടിയിലൂടെ റെയിൽവേ പാത നിർമ്മിച്ച് കപ്പലിൽ വരുന്ന ചരക്ക് കടലിനടിയിൽ നിന്ന് തന്നെ കപ്പലിലേക്ക് ട്രെയിനിലേക്ക് കയറ്റി അതൊരു മറ്റിടത്തേക്ക് കൊണ്ടുപോകുന്ന സംവിധാനം ഒരുക്കുന്നതാവട്ടെ. ഏത് മേഖലയില്ലാത്തത്? നമ്മുടെ പ്രദേശത്ത് നിന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അവർ പ്രഖ്യാപിച്ചു പോയി എന്നുള്ളതല്ലാതെ 400 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ ഗവൺമെന്റ് അല്ലേ? അതിനകത്തേക്ക് പോയാൽ അത് കാണില്ലേ? മഞ്ചേരി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും സർക്കാർ സ്കൂളുകളിലും ഈ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം എത്തിയില്ലേ? ആശുപത്രികളിൽ എത്തിയില്ലേ? സ്കൂളുകളിൽ എത്തിയില്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന സാമൂഹ്യ സുരക്ഷിതത്വം, പെൻഷനായിട്ടും സ്ത്രീ സുരക്ഷാ പദ്ധതിയായിട്ടും ഒക്കെ ജനങ്ങളിലേക്ക് സാമ്പത്തിക സഹായം നേരിട്ടെത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനുഭവമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ളത്. അത് ജനങ്ങൾ അറിയുന്നുണ്ട്. അത് ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജാഥ നടത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരൻ മഞ്ചേരിയിൽ 11-ാം തീയതി രാവിലെ എത്തുമ്പോൾ മുഴുവൻ ആളുകൾ അവിടെ വരണം. അതൊരു വലിയ ആഘോഷമാക്കി, വലിയൊരു സ്വീകരണമാക്കി, വലിയൊരു പരിപാടിയാക്കി അതിനെ മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുക. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഈ ഒരു ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് CPIMന്റെ നേതൃത്വത്തിൽ നൽകാൻ ഒരുങ്ങുന്നത്. ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും കൂടിയാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ നമ്മളുമായി പറഞ്ഞു വെക്കുന്നത്. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.